സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. WCC ആകാൻ അന്നേരം ആൾക്കാർക്ക് പേടിയാണോ? പേടിയാണ്, തീർച്ചയായിട്ടും പേടിയാണ്. ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും അഡ്ജസ്റ്റ്മെൻറ്റും കൂടി വേണ്ടി വരും. രണ്ടുപേർക്കും മതി, വേറെ ആർക്കും വേണ്ട എന്ന്. ആക്ടറിന് വേണ്ട. ഉമ്മ വയ്ക്കാൻ വേണ്ടി, കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഒരാൾ വരുമ്പോൾ സെൽഫി എടുത്ത് പ്രൂഫ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന്. ചിലതിനൊന്നും നമുക്ക് പ്രൂഫില്ല. അങ്ങനെ ഫിക്സ് ചെയ്താൽ ആ പറഞ്ഞുറപ്പിച്ച ആ പേയ്മെന്റ് കിട്ടുമോ? ആ പേയ്മെൻറ്റ് കിട്ടില്ല. നമ്മൾ ഫോണിൽ വിളിച്ച് ഇവരെടുത്ത് നോക്കൂ, ആ പേയ്മെൻറ്റ് തരാതിരുന്ന് ഒട്ടും ശരിയായില്ല എന്നൊക്കെ 2 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡയറിയിൽ നിന്ന് നമ്മുടെ പേര് പോയി. പിന്നെ അതൊരു പ്രണയത്തിൻ്റെ, ഇൻറ്റിമസിയുടെ ഒക്കെ തന്നെ കാർഡുകൾ ഉപയോഗിച്ചിട്ടാണ് ആദ്യം വരെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. പുറത്തേക്ക് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പം ഗവൺമെൻറ് അത് പഠിച്ചിട്ടുണ്ടാവും എന്നാണ് നമ്മൾ ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഗവൺമെൻറ് അത് തൊട്ടില്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവും. പൊതുവിൽ സിനിമാ രംഗത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ആണുങ്ങൾക്കാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. സ്ത്രീകളുടെ മാർക്കറ്റ് വാല്യൂ നിശ്ചയിക്കപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇൻഡസ്ട്രിയുടെ ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ അംഗീകരിക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. കേരളത്തിലെ ഒരു ഹിസ്റ്റോറിക്കൽ ഡിസിഷൻ എന്ന് പറയില്ലേ ഗവൺമെൻറ്റിൻ്റെ, അതുതന്നെയായിരുന്നു ഹേമ കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളത്. പ്രശസ്ത അഭിനേത്രിയും എഴുത്തുകാരിയുമായ ഡോക്ടർ സജിത മഠത്തിലാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ഡോക്ടർ സജിത മഠത്തിൽ. അപ്പോൾ സിനിമയിലൊന്നും കാണാനില്ല, എന്താ കാരണം എന്ന് ചോദിച്ചാൽ പല പല കാര്യങ്ങളുണ്ട്. ഞാൻ സിനിമ മാത്രം ചെയ്യുന്ന ആളല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. ഞാൻ എൻ്റെ PhD ഒക്കെ തീർക്കുന്ന പണികളും ഒക്കെ ആയിരുന്നു ഇടക്കാലത്ത്. വിളിക്കുമ്പോൾ സിനിമയിലേക്ക് എനിക്ക് തോന്നുന്നു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്തായിരുന്നു സബ്ജക്റ്റ്? ഞാൻ കേരളത്തിലെ നടികളുടെ ശരീരഭാഷയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ സോഷ്യൽ ഹിസ്റ്ററി ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടായത്, കേരളത്തിലെ ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് ഈ നടികളുടെ ജീവിതത്തിനെ ബാധിച്ചത്, അതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. നടികൾക്കെല്ലാം വായിക്കാവുന്ന ഒരു പഠന ഗ്രന്ഥമായത് വരും അല്ലേ? അതെ അതെ. അത് ഒരു തിരക്ക്. പിന്നെ നാടകം ഈ കാലങ്ങളിൽ ചെയ്തില്ല. ഇപ്പം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സിനിമയിലേക്കുള്ള വിളികൾ വരുന്നത് കുറവാണ്, അതുകൊണ്ട് അഭിനയിച്ചില്ല, അത്രയേ ഉള്ളൂ. ശരിക്കും എത്രയോ നല്ല കഥാപാത്രങ്ങൾ ചെയ്തു. ഷട്ടർ ഉൾപ്പെടെ ഞാൻ അങ്ങനെ എടുത്തു പറയാവുന്ന ഒരുപാട് ചിത്രങ്ങൾ ചെയ്തു. പക്ഷേ അതിന് എന്തെങ്കിലും വിളിക്കാതിരിക്കുന്നതിന് കാരണം എന്തെങ്കിലും ഉണ്ടോ? ഈ WCC അംഗമായതുകൊണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ? അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതുകൊണ്ടാണോ? നമ്മളെല്ലാവരും നമുക്ക് കംഫർട്ട് സോണിൻ്റെ അകത്ത് പണിയെടുക്കുന്ന ആൾക്കാരല്ലേ. സിനിമയിലുള്ളവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടീമിനെ വെച്ചിട്ടായിരിക്കും അവർ പണിയെടുക്കുന്നത്. അപ്പം അതിൽ ഇതും ഒരു കാരണമായിട്ടുണ്ടാവും. കാരണം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന, അവർക്ക് കംഫർട്ടബിൾ അല്ലാത്ത മനുഷ്യരായി മാറിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു റീസൺ ആയിരിക്കും. എല്ലാവർക്കും അല്ല. അപ്പം അല്ലാതെയും ഞാൻ കുറേ വർക്കുകൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ജോഷി സാറിൻ്റെ പടത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അഭിലാഷ് ജോഷിയുടെ വേറൊരു പടത്തിൽ ചെയ്തു, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടത്തിൽ, അങ്ങനെ ഇടയ്ക്കൊക്കെ പടങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും ഞാൻ തന്നെ ചെയ്യേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന കഥാപാത്രങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഗ്യാപ്പാണ്, കണ്ടിന്യൂസ് വർക്കുകളില്ല. പക്ഷെ അതിന് ഞാൻ വേറൊരു റീസൺ കാണുന്നത്, നമ്മളിത്തരം കാര്യങ്ങളൊന്നും മാറിയെന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ വലിയൊരു മാറ്റം സ്ത്രീകളുടെ അഭിനയ രീതിയിൽ വരുന്നുണ്ട്. അതായത് അതെ അതെ. എന്താ വെച്ചാൽ പണ്ടൊക്കെ തന്നെ ഇപ്പം KPSC ലളിത പിന്നെ തുടക്കം മുതൽ അവരുടെ ഒരു 16 വയസ്സ് മുതൽ KPSCയിൽ അഭിനയിക്കും. ഒരു 10ഓളം നാടകങ്ങളിൽ അഭിനയിച്ച് അവർ സിനിമയിലേക്ക് വരുന്നു. സിനിമയിൽ കണ്ടിന്യൂസ് ആയിട്ട് വരും, ഇടയ്ക്ക് ചെറിയ ബ്രേക്കുകൾ വരുന്നു, പക്ഷെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു 50 വയസ്സിലൊരു സ്ത്രീ സിനിമയിലേക്ക് വരുന്ന ഒരു പതിവില്ല. നമ്മൾക്കെല്ലാം ഒരു കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ വർക്ക് ചെയ്ത് പോവുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയുള്ളൊരു വലിയ ഗുണം എന്ന് പറയുന്നത്, എനിക്ക് അഭിനയിക്കാൻ, ഞാൻ നടിയേ അല്ല, എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. ഞാനൊരു 2-3 റീൽസ് ചെയ്യുന്നു, ആളുകൾ, സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ അത് കാണുന്നു, അവർക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നേരിട്ടിട്ട് വിളിക്കാം. ആ ഒരു വിസിബിലിറ്റി കുറേ നല്ല നടികളെ കിട്ടാൻ. കാരണം ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ കുടുംബത്തിൻ്റെ അകത്ത് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി സമയം ചിലവഴിച്ചു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം ചിലവഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു വഴി, ഇപ്പം എനിക്കൊന്നും തന്നെ എൻ്റെ ചെറുപ്പത്തിൽ സിനിമ ഒരു വഴിയേ അല്ല, അങ്ങടേക്ക് വരാനുള്ളൊരു സ്പേസ് പോലും ഇല്ല. അപ്പോൾ
അങ്ങനെയായിട്ടുള്ള കുറേ സ്ത്രീകളുണ്ട്. ഇന്ന് കുറേ എളുപ്പമായി എന്നാണ് പറയുന്നത്. ഇന്ന് വലിയ എളുപ്പം, കുറേ പേർക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് എളുപ്പമായി. അപ്പം പക്ഷെ അതേസമയം തന്നെ നിലനിൽക്കുന്ന കുറേ ആൾക്കാർക്ക് പ്രയാസവും. അതെപ്പോഴും അങ്ങനെ തന്നെയല്ലേ, ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലും ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവില്ല. KPSC ലളിതയുടെ കാലത്തൊക്കെ അധികം നടിമാരില്ലായിരുന്നു, നടന്മാരില്ലായിരുന്നു, വരുന്നത് വളരെ പരിമിതമായിരുന്നു. ഇന്ന് പക്ഷെ ഇഷ്ടം പോലെ നായികമാരുണ്ട്, നടന്മാരുണ്ട്, ഏത് വേഷത്തിൽ അഭിനയിക്കാനും പറ്റിയ ആൾക്കാരുണ്ട്. ഞാൻ സജിനി പഠിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, ഈ അഭിനയ രീതിയിൽ വന്ന മാറ്റം പോസിറ്റീവാണോ അതോ പഴയ തലത്തിൽ നിന്ന് വളരെ ഉയർന്നോ അതോ മിഡിൽ പാത്തിലാണോ? നമുക്ക് ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയ രീതിയാണല്ലോ ഇപ്പൊ സിനിമകളിലെല്ലാം ഉള്ളത്, പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അന്ന് അതിന് ആ റിയലിസമാണ്, ഇന്നത്തെ റിയലിസം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ഓരോ കാലത്തും റിയലിസം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇപ്പം ഇതാണ്, ഈ രീതിയാണ് ഉള്ളത്. അതിന് പറ്റിയ കുറേ ആക്ടേഴ്സ് ഇപ്പം അവർക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കണ്ടെത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. കാസ്റ്റിംഗ് കോൾസ് ഉണ്ട്. അപ്പം പിന്നെ മാത്രമല്ല, എല്ലാം പുതിയ മുഖങ്ങൾ, മെയിനായിട്ടുള്ള 4-5 പേര് ഒഴികെ ബാക്കി എല്ലാം പുതിയ മുഖങ്ങളെ വെച്ച് ചെയ്യാനാണ് പിന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് 2-3 റീസൺസ് ഉണ്ടാവും. ഒന്ന്, സാമ്പത്തികമായിട്ട് അവർക്ക് ചെറിയ പൈസ കൊടുത്താൽ മതി എന്നുള്ളത്. പിന്നെ അതേപോലെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും പുതിയ ആക്ടേഴ്സ് ആവുന്ന സമയത്ത്. അങ്ങനെയുള്ള പല പല റീസൺസ് കൊണ്ടായിരിക്കാം അങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പം എൻ്റെ പ്രായത്തിൽ തന്നെ എത്രയോ നടികളുണ്ട്, നല്ല മിടുക്കരായിട്ടുള്ള, നന്നായി ചെയ്യാൻ പറ്റുന്ന എത്രയോ പേരുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് സിനിമകൾ കാണുന്ന സമയത്ത്. അപ്പം എനിക്ക് അഭിനയിക്കാൻ അവസരമില്ല എന്നുള്ളതിന് ഇതുകൊണ്ട് അവരുടെ അഭിനയം കാണുന്ന എനിക്കതിൽ വിഷമമില്ല സത്യം പറഞ്ഞാൽ. ദേശീയ അവാർഡ് നേടിയ സുരഭിക്കും അവസരമില്ല. ഇല്ല. അതെ, മലയാള സിനിമയിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഷീല, ജയഭാരതി, ശാരദ, വിധുബാല, അല്ലെ ആ ലെവലിൽ ഇങ്ങോട്ട് വരുമ്പം ഉർവശി വരെ, ഇപ്പം സജിത മഠത്തിൽ അഭിനേത്രി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ പുതിയ പേരുകൾ, ഇപ്പം മഞ്ജു വാര്യർ, അത് വന്ന് മഞ്ജു വാര്യരാണെന്ന് തോന്നുന്നു ആ കൂട്ടത്തിൽ കുറേ കൂടെ നിൽക്കുന്നത്. ബാക്കി ആൾക്കാർ വന്ന് മറഞ്ഞു പോകുന്നത്, ഈ ഒരുപാട് എണ്ണം വർദ്ധിക്കുന്നത് നല്ല ആൾക്കാർക്കുള്ള അവസരം കുറയുകയും പലരും വന്ന് മിന്നി മറഞ്ഞു പോകാൻ ഇടയാക്കുകയും ചെയ്യുന്നുണ്ടോ? നമുക്ക് അങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതൊരു കാലത്തിൻ്റെ പ്രത്യേകതയാണ്. അതിൽ പിന്നെ ചില സമയത്ത് ചില ആളുകൾ 2-3 സിനിമ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മാറി പിന്നെ പുതിയ ആൾക്കാർ. ഒരു സ്ത്രീകളുടെ കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർഷങ്ങളോളം അഭിനയിക്കുന്നത് എത്ര പേരുണ്ട് എന്ന് നോക്കിയാലേ നമുക്കത് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ എണ്ണം വളരെ കുറവാണ്. പലരും വന്നിട്ട് മടങ്ങുകയാണ്. ആ ഒരു സാഹചര്യമാണോ സിനിമയിൽ നിലനിൽക്കുന്നത്? അതിൻ്റെ സാഹചര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള എന്താ പറയുക സാഹചര്യങ്ങൾ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും കാരണമാവാം. പക്ഷെ അത് മാത്രമല്ല, വേറെ ഒട്ടനവധി റീസൺസ് കൊണ്ടാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്ലൈ കൂടുതലാണ്, കുറേ ആക്ടേഴ്സ് വരുന്നുണ്ട്, നല്ല മിടുക്കരായിട്ടുള്ള ആക്ടേഴ്സുണ്ട്. അപ്പോൾ വന്നും പോയും സ്ത്രീകളുടെ എണ്ണം എപ്പോഴും, സ്ത്രീകൾ ചെയ്യുന്ന വർക്കുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ മെയിൻ ആർട്ടിസ്റ്റ് വന്നാൽ പോലും ഒരു 5-6 സിനിമകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു പുതിയ ആളാണ്. പക്ഷെ നേരെ മറിച്ച് നടന്മാരൊക്കെ തന്നെ വർഷങ്ങളോളം നിൽക്കുന്നുണ്ട്. അതൊരു എന്താ പറയുക, അത് വളരെ സീരിയസ് ആയിട്ട് അനലൈസ് ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഒന്ന്, പൊതുവിൽ സിനിമാ രംഗത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ആണുങ്ങൾക്കാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. സ്ത്രീകളുടെ മാർക്കറ്റ് വാല്യൂ നിശ്ചയിക്കപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ആണുങ്ങളുടെ മെയിൽ ആക്ടേഴ്സിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമയുടെ മൊത്തം ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. അതിൽ അപൂർവമായിട്ട് അപ്പാപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട നടിയൊക്കെ ചിലപ്പം വന്ന് കയറിയും പോയും വന്നു എന്നുമായിരിക്കും. അതെ, അങ്ങനെ വന്നു പോയി ഇരിക്കുമായിരിക്കും. പക്ഷേ സ്ഥായിയായിട്ടില്ല. അതൊരു സങ്കടമുള്ള കാര്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സ്പേസ് പലപ്പോഴും ഇല്ല. കാരണം ഈ ഒരു രീതി കൊണ്ട് തന്നെ. സ്വയംവരം ചെയ്യുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ ആദ്യം പരസ്യം വരെ ചെയ്തിരുന്നു. നടന്ന മധുവും ശാരദയും അഭിനയിച്ച വേഷങ്ങൾ പരസ്യം ചെയ്തിട്ടും ആരെയും കിട്ടില്ല. പ്രത്യേകിച്ച് അന്ന് നടിമാരെ കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു. അങ്ങനെയാണ് പിന്നെ മധുവിനെയും ശാരദയും കാസ്റ്റ് ചെയ്തത്. അതുപോലെ ഇപ്പം പക്ഷേ ഈ പറഞ്ഞാണെങ്കിൽ ഇഷ്ടംപോലെ സപ്ലൈ കൂടുതലാണ്, ഇഷ്ടംപോലെ നടിമാർ വരുന്നു. പക്ഷേ ചൂഷണം എന്നിട്ടും കൂടുതലുമാണ്.
അത് പിന്നെ വളരെ പാട്രിയാർക്കലായിട്ടുള്ളൊരു സ്പേസ് അല്ലേ. നമ്മൾ ഇപ്പോൾ 1928 നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ റോസി വന്ന് അഭിനയിച്ചതിൻ്റെ മുകളിൽ അവൾ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അത് തന്നെ കേൾക്കുന്നത് തന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ്. എത്രയോ വർഷങ്ങൾ ആ ഹിസ്റ്ററി നമ്മളെ മുന്നിൽ ഇല്ലായിരുന്നു. പിന്നീട് വളരെ ഗൗരവമായിട്ട് അതിൻ്റെ അകത്ത് കുന്നൂരി മണിയെ പോലെയൊക്കെയുള്ള ആളുകൾ നടത്തിയുള്ള ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അതെല്ലാം പുറത്തേക്ക് വരുന്നത്. അപ്പോഴാണ് ഒരു നടിക്ക് ഈ ഇൻഡസ്ട്രിയിൽ പണിയെടുക്കേണ്ടി വന്നപ്പോൾ ആദ്യത്തെ നടി അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ള ഗവേഷകരൊക്കെ പഠിക്കുന്നത്. അതൊരു പക്ഷേ ജാതിയുടെയും നിറത്തിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു. അത് സ്ത്രീ എന്നുള്ളത് മാത്രമായിരുന്നില്ല, ബാക്കി എല്ലാ ഘടകങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ച പല രീതിയിൽ ഇൻഡസ്ട്രിയിലുണ്ട്. ഇപ്പം നമ്മൾ അതുപോലെയാണോ ഇപ്പോൾ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. ധാരാളം മാറ്റങ്ങളിലൂടെ ഇൻഡസ്ട്രി കടന്നു പോയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇൻഡസ്ട്രിയുടെ ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ അംഗീകരിക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. ഒരു സിസ്റ്റമാറ്റിക് ചേഞ്ച്, ഒരു പ്യൂരിഫിക്കേഷൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ എന്ന് പറയാനാണ് ആളുകൾക്ക് ധൃതി എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ലീഡർഷിപ്പ് എടുത്ത് മാറ്റങ്ങൾക്ക് മുൻകൈ എടുക്കേണ്ട ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു നിഷേധമാണ് കാണാൻ പറ്റുന്നത്. അതുമാത്രമാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. തുല്യവേതനം എന്നുള്ളത് ഉദ്ദേശിക്കുന്നുണ്ടോ? തുല്യവേതനത്തിന് ഉള്ള സാധ്യതകൾ വളരെ കുറവല്ലേ. ഇൻഡസ്ട്രി പാരിറ്റി മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ മാർക്കറ്റ് തന്നെയാണ് ഇതിന് ഓരോ ആക്ടേഴ്സിൻ്റെയും വാല്യൂ നിശ്ചയിക്കുന്നത്. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ മാർക്കറ്റൊന്നും അല്ല നിശ്ചയിക്കുന്നത്. അതാത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവോ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ ടീമോ ആണ് അതിൻ്റെ മൊത്തം ഡിസിഷൻ മേക്കിംഗ് വരുന്നത്. പലപ്പോഴും വളരെ വളരെ കുറവായിരിക്കും. എത്ര ഈക്വൽ ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ പോലും സ്ത്രീകളുടെ റെമ്യൂണറേഷൻ നല്ലോണം കുറവായിരിക്കും. ഇത്രയൊക്കെ ഓപ്പൺ ആയ ഈ കാലത്തിന് മുമ്പുള്ള കാലത്ത് ചില ഘട്ടങ്ങളിൽ ചില സിനിമകളിൽ ഷീല പ്രേംനസീറിനെക്കാട്ടിലും പ്രതിഫലം വാങ്ങിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെ, കാലം മാറി ഇപ്പൊ വരുമ്പോൾ പിന്നെയും അല്ല, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോഴും അപൂർവമായിട്ട് സംഭവിക്കുന്നുണ്ടാവാം. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഒരു ആക്ട്രസ് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും കൂടെയുള്ള ആക്ടേഴ്സ് എല്ലാം തന്നെ വളരെ അത്ര സീനിയർ അല്ല, അല്ലെങ്കിൽ അത്രയും പോപ്പുലർ അല്ല, അത്രയും മാർക്കറ്റ് വാല്യൂ അല്ലാത്ത മെയിൽ ആക്ടേഴ്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ നടിക്ക് കിട്ടും. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളെ പറയാൻ പറ്റില്ല. ചൂഷണത്തിൻ്റെ കാര്യവും ഈ സപ്ലൈയുടെ കാര്യമായിട്ട് നോക്കുമ്പോൾ ഈ ഒരാളില്ലെങ്കിൽ വേറൊരാൾ എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കിടക്കുന്നു. അങ്ങനെ എപ്പോഴും നമ്മൾ ത്രെട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഒന്നെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ സർക്കാർ ജോലികൾ പലതരം ജോലികൾ ചെയ്ത് ആളാണല്ലോ, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. നമ്മളെ വിളിച്ച് ഓവർ ഫോണാണ് എല്ലാം നടക്കുന്നത്, കോൾസിലൂടെ. ഈവൻ ടെക്സ്റ്റ് മെസ്സേജ് പോലും അയക്കില്ല. 5 ദിവസം ഇത്ര കാശ് എന്ന് പറയുന്നു. പക്ഷേ ഈ 5 ദിവസം കാശിൻ്റെ കണക്ക് പറയും ഇത്ര. അപ്പം പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ടുള്ള തർക്കങ്ങൾ നടത്തണം. നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒട്ടനവധി ആർഗ്യുമെൻറ്റ്സിന് ശേഷമായിരിക്കും ഒരു പേയ്മെൻറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ടാവും. ഫിക്സ് ചെയ്താലും ആ പറഞ്ഞുറപ്പിച്ച ആ പേയ്മെൻറ്റ് കിട്ടുമോ? ആ പേയ്മെൻറ്റ് കിട്ടില്ല. ആ പേയ്മെൻറ്റ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ പ്രൊഡക്ഷൻസും ഒരുപോലെയല്ല. വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന പ്രൊഡക്ഷൻസും ഉണ്ട്. അത് നമ്മളെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പല പല സ്വഭാവങ്ങളുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് സംസാരിക്കുമ്പം നമ്മൾ പറയുന്നത് അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത്. കാരണം അതാണ് ഇപ്പോഴത്തെ ഒരു ഡിസ്കഷൻ എന്നുള്ളത്. അത് നെഗറ്റീവായിട്ട് കാണണം എന്നുള്ളത് കൊണ്ടല്ല, ചില നെഗറ്റിവിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ള, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. നിശ്ചയിച്ചുറപ്പിച്ച ഈ പ്രതിഫലം വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ ഈ സംഘടനകൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അതിനുള്ള സൗകര്യം ഒരുക്കാമായിരുന്നതല്ലേ? നമുക്ക് എല്ലാത്തിനും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്. ആ ചേഞ്ചസ് വരുത്താനുള്ള പണിയെടുക്കുന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 1 ലക്ഷത്തിൻ്റെ മുകളിലാണെങ്കിൽ സ്റ്റാമ്പ് പേപ്പറിൽ കരാറ് സൈൻ ചെയ്യണം, അതിൽ കുറവാണെങ്കിൽ ലെറ്റർ പാഡിൽ സൈൻ ചെയ്യണം. ഇതെല്ലാം അവിടെ ഉണ്ട്. പക്ഷേ ഒരു പ്രൊഡക്ഷനിൽ 3-4 മെയിൻ ആക്ടേഴ്സിന് മാത്രമേ കോൺട്രാക്റ്റ് ഉണ്ടാവുള്ളൂ. ബാക്കി ഞങ്ങളെപ്പോലെ വന്നു പോകുന്ന ആക്ടേഴ്സിന് ഒരു കോൺട്രാക്റ്റും ഉണ്ടാവില്ല. ഒരു രേഖയും എവിടെയും ഉണ്ടാവില്ല. അത് സിനിമയിൽ നമ്മളെ കണ്ടാൽ കണ്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ
രേഖകളില്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ ആർഗ്യുമെൻ്റ് നടത്തിക്കൊണ്ടേയിരിക്കണം. ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടോ പ്രൊഡ്യൂസറുമായിട്ടല്ല, അതിൻ്റെ തൊട്ട് താഴെയുള്ള ആൾക്കാരുമായിട്ടായിരിക്കും നമ്മൾ ആർഗ്യുമെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവർ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ ഫോണിലൂടെ സംസാരിക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. അത് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒന്നും നേരിട്ട് ഇക്കാര്യത്തിലൊന്നും ഇടപെടത്തില്ല. എല്ലാ ഡയറക്ടർക്ക് അതിൽ വലിയ കൺട്രോൾ ഇല്ലല്ലോ. ഡയറക്ടർ എന്ത് ചെയ്യാനാണ്? എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് അല്ലേ, പ്രൊഡക്ഷൻ്റെ ചുമതലയുള്ള ആരാണോ അവരെയായിരിക്കും നമ്മൾ, പ്രൊഡ്യൂസറെ നേരിട്ടിട്ടായിരിക്കില്ല നമ്മൾ വിളിക്കുന്നുണ്ടാവുക. അതിൻ്റെ ചുമതലയുള്ള ഒരാളെ ആയിരിക്കും, നമ്മളൊരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ടാവുമല്ലോ നമുക്ക്, അയാളുടെ അടുത്തായിരിക്കും നമ്മൾ പറയാം. നമ്മൾ ഇപ്പം 4 ദിവസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് 8 ദിവസം വർക്ക് ചെയ്തെന്ന് വരും. നമുക്ക് അതിനനുസരിച്ചിട്ട് കൂട്ടിത്തരണം എന്നില്ല പേയ്മെൻറ്റ്. അത് ചോദിക്കുന്ന സമയത്ത് പറയും ഭയങ്കര ദാരിദ്ര്യമാണ്, പ്രൊഡക്ഷൻ ഭയങ്കര മോശമാണ്, വളരെ മോശം അവസ്ഥയിലാണ്, നിങ്ങൾക്ക് ഡബ്ബിങ്ങിൻ്റെ സമയത്ത് പൂർണ്ണമായിട്ടും തരാൻ ചേച്ചി പറയും. ഡബ്ബിങ്ങിൻ്റെ സമയത്ത് ഡബ്ബിങ്ങിൻ്റെ അവിടെ പോകുമ്പോൾ ചിലപ്പോൾ ഇവരെ കാണണമെന്നില്ല. ചിലപ്പോൾ ഇവർ പൈസ അപ്പം പറയും ചേച്ചി ഇത്രയേ ഉള്ളൂ കേട്ടോ തരാമെന്ന് പറഞ്ഞിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വെച്ചാൽ നമ്മളെല്ലാവരും ഈ സിനിമയിലേക്ക് ചെല്ലുന്നത് ഭയങ്കര പാഷൻ്റെ പുറത്താണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമയിൽ അഭിനയിക്കുക. അതുകൊണ്ടാണല്ലോ മിക്കവാറും ആളുകൾ അവിടെ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു സിനിമ നടക്കട്ടെ, നന്നായി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓരോ പ്രാവശ്യവും പോട്ടെ എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഒരു സിസ്റ്റം കൊണ്ടുവന്ന എന്ത് എളുപ്പമാണ്. അത് ശരിക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ തന്നെ അവിടെ ആളുകളുണ്ട്, അവിടെ അത് ചെയ്യാൻ പറ്റിയ ആളുകളുണ്ട്, അവർ മുൻകൈ എടുക്കേണ്ടതാണ്. പക്ഷെ അവരതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട് സ്ത്രീകൾ പറയുന്നുണ്ട്. കാരണം സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും പ്രശ്നമാവുക. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫോണിൽ വിളിച്ച് ഇവരുടെ അടുത്ത് നോക്കൂ ആ പേയ്മെൻറ്റ് തരാതിരുന്ന് ഒട്ടും ശരിയായില്ല എന്നൊക്കെ 2 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡയറിയിൽ നിന്ന് നമ്മുടെ പേര് പോയി. പിന്നെ അവർ ഡയറക്ടർ പറഞ്ഞാൽ പോലും നമ്മളെ വിളിക്കണം എന്നില്ല, എന്തെങ്കിലും കാരണം പറയും. അതെ, അവരുടെ മനസ്സിലാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പ്രൈവറ്റ്, എനിക്കെപ്പോഴും തോന്നും ഇൻഡസ്ട്രി എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയുമെങ്കിൽ പോലും ഇതൊരു ഇൻഡസ്ട്രി ഒന്നുമല്ല, ഇതൊരു വളരെ പേഴ്സണൽ സ്പേസ് ആണ്. ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ സ്പേസിലാണ് നടക്കുന്നത്. ഡയറക്ടർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആക്ടേഴ്സും ക്യാമറാമാനും അങ്ങനെയാണ് അത് നടക്കുന്നത്. ഒരു നടൻ, ഒരു സൂപ്പർ സ്റ്റാർ, അദ്ദേഹം അവസാന രംഗം ചിത്രീകരിക്കുന്നതിന് മുമ്പ് പ്രതിഫലം കിട്ടിയില്ലേ വിഗ് വലിച്ചെറിയുമെന്ന് പറയാം. കാരണം പിന്നീട് പുള്ളിയെ മാറ്റാൻ പറ്റത്തില്ല, അദ്ദേഹത്തിന് പൈസ കൊടുത്ത് അഭിനയിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു അന്ന്. അങ്ങനെയുള്ളൊരു കാലവും ഉണ്ടായിരുന്നു മുമ്പ്. അല്ല, അങ്ങനെ പറയാൻ ഒരു നടിക്ക് നിങ്ങൾക്ക് പറ്റും നിങ്ങൾ വിചാരിച്ചു? നടന്മാരെല്ലാം പറഞ്ഞു മേടിക്കും തോന്നുന്നു അല്ലേ? അറിയില്ല, മേടിക്കുമായിരിക്കും. അവർ അങ്ങനെ പ്രശ്നം പറയാത്തത് കൊണ്ട് നമ്മളല്ലേ എപ്പോഴും പ്രശ്നം പറയുന്നത്. അവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. ചില ആക്ടേഴ്സ്, ഇപ്പം എൻ്റെയൊക്കെ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് പലവർക്കും പേയ്മെൻറ്റുകൾ കിട്ടാറില്ല എന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. താരങ്ങളാകുന്നവരും താരങ്ങളുടെ കാര്യം വ്യത്യാസം, ആ പ്രശ്നങ്ങളൊന്നും അതുണ്ടാവില്ല. അവരൊക്കെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടാവും. ഒരു കൂട്ടായ വർക്ക് കൂടിയാണല്ലോ അല്ലേ? എല്ലാവരും കൂടെ ചേരുമ്പോഴാണ് ആ സിനിമയിലെ ഇപ്പൊ പല ആൾക്കാർ സൂപ്പർ സ്റ്റാർ അടക്കം അഭിനയിക്കുമെങ്കിലും അത് എല്ലാവരും കൂടെ ചേർന്ന ഓരോരുത്തരുടെയും റോൾ അതിൽ പ്രധാനമല്ലേ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അല്ലേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഈ ലൈംഗിക വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും വിവാദമാകുന്നു. പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും അതിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഈ അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും എന്നുള്ള വാക്കാണ് വളരെയധികം ഉപയോഗിക്കുന്നത്. ഒരു നടി എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് നേരിട്ടിട്ട് അങ്ങനെ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം വേറെ ഒന്നുകൊണ്ടുമല്ല, ഞാൻ ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് അത്തരം ചോദ്യങ്ങൾ വല്ലാതെ വരാനുള്ള പ്രായത്തിലല്ല ഞാനിവിടെ സിനിമയിലേക്ക് വരും. ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് വന്നിട്ടില്ല. ഇൻഡയറക്റ്റ്ലിയൊക്കെ നമുക്കറിയാമല്ലോ, പല രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു പ്രായം കഴിഞ്ഞ് വന്നതുകൊണ്ട് നമുക്ക് അറിയാമായിരുന്നു എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടതെന്ന്. പലപ്പോഴും 20 വയസ്സിലൊക്കെ വരുന്ന കുട്ടികൾക്ക് പലതും മനസ്സിലാവുക പോലും ഇല്ല ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് അങ്ങനത്തെ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവസരം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി ഒരു ഭാഗത്ത് ഉണ്ടാവുമായിരിക്കാം. അതിനെക്കാട്ടും പലപ്പോഴും ഇവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വേറെ രീതിയിലാണ്. അത് പലപ്പോഴും ഈ കുട്ടികൾക്ക് മനസ്സിലാവണമെന്നില്ല. അതൊരു പ്രണയത്തിൻ്റെ ഇൻറ്റിമസിയുടെ ഒക്കെ തന്നെ കാർഡുകൾ ഉപയോഗിച്ചിട്ടാണ് ആദ്യം വരെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അതൊരു തരം. അപ്പം അതുകൊണ്ട് തന്നെ പല പെൺകുട്ടികളും പറയുന്ന കഥകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം അത് പല വഴികളാണ് ഓരോരുത്തരും ഇതാക്കുന്നത്. അതൊരു പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിന് ഞാൻ തന്നെ ഫേസ്ബുക്കിൽ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം എനിക്കും ഉണ്ടായത് എങ്ങനെയാ വെച്ചാൽ,
ഞാൻ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു പിന്നെ അന്ന് ആ സമയത്ത് ഞാൻ കണ്ടിന്യൂസ്ലി സിനിമ ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് ഒരു കോള് വരുവാണ്, ഒരു അസോസിയേറ്റ് ഡയറക്ടറുടെ ഒരു സിനിമയിലേക്ക് വരാം. അപ്പോൾ ഞാൻ തമിഴിലൊന്നും അഭിനയിക്കണം എന്നൊന്നും എനിക്ക് വലിയ മോഹമില്ല. കാരണം ഞാനിവിടെ വളരെ കംഫർട്ടബിളാണ്. ഇനിയിപ്പോൾ സിനിമയില്ലെങ്കിലും വേറെ ജോലികൾ ചെയ്ത് ജീവിക്കാമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ടെൻഷനൊന്നുമില്ല തമിഴ്നാട്ടിൽ പോയി സിനിമ ചെയ്യണമെന്ന്. കാരണം എനിക്ക് പരിചിതമല്ലാത്തൊരു ഭാഷയിൽ ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് എനിക്കറിയാം. അപ്പം വിളി വന്നു. അപ്പം ഞാൻ കഥയൊക്കെ കേട്ടു, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സംസാരിച്ച് അവസാനം എൻ്റെ അടുത്ത് പിന്നെ ഡേറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും അഡ്ജസ്റ്റ്മെൻറ്റും കൂടി വേണ്ടി വരും, 2 പേർക്കും മതി, വേറെ ആർക്കും വേണ്ട എന്ന്, ആക്ടറിന് വേണ്ട എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നമ്മളെടുത്ത് ഇത് ആൾക്കാർ ചോദിക്കുന്നു, ഇത്രയും ഡയറക്റ്റായി ചോദിക്കുന്നു, നമ്മൾ പ്രതീക്ഷിക്കില്ല. ഞാൻ ഒന്നുകൂടി അയാളെടുത്ത് ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ വീണ്ടും തന്നെ പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചു. എനിക്ക് മലയാളത്തിൽ ഞാൻ അയാൾക്ക് പറയാവുന്ന രീതിയിലൊക്കെ അയാളെ ചീത്ത പറഞ്ഞിട്ട് ഫോൺ വെച്ചു. എന്നിട്ടും എനിക്ക് ആ ദേഷ്യം അടക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി എഴുതി, ഇങ്ങനൊരു സിനിമയിൽ ചാൻസ് ഉണ്ട്, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്, 2 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി. പിന്നെ അയാളുടെ കാര്യം ഭയങ്കര കഷ്ടമായിരുന്നു. അയാളെ ആളുകൾ ഫോൺ ചെയ്ത് ശല്യം ചെയ്ത്. അതിജീവിതയുടെ പ്രശ്നം വന്ന സമയത്താണ് WCC ഫോം ചെയ്യുന്നതും പിന്നീട് ആ വിഷയത്തിലും ഉൾപ്പെടെ സ്ത്രീകളുടെ വിഷയത്തിലേക്ക് സജീവമായ ഇടപെടലുകൾ നടത്തുന്നു. പക്ഷേ ഇപ്പോഴും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ അവർക്കിപ്പോൾ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലെയുള്ള സൗകര്യം കൊടുക്കാറില്ല. ഇപ്പോൾ സെറ്റിൽ ഷൂട്ട് ഇപ്പോൾ തുടങ്ങും, അല്ലെങ്കിൽ ഒന്ന് പോയി വെളിയിൽ എവിടെയെങ്കിലും പോകാനുള്ള അവസരം കൊടുക്കുന്നില്ല. പക്ഷേ ഇത് ഈ അസോസിയേഷനുകൾ, ഇപ്പോൾ WCCയെ ഞാൻ ബ്ലെയിം ചെയ്യല്ല, അസോസിയേഷനുകൾ ഇല്ലെങ്കിൽ പോലും ആ സിനിമയിൽ അഭിനയിക്കുന്ന വളരെ താരപദവിയുള്ളൊരു നടിയോ നായികയോ അവർക്കൊക്കെ ഇടപെടാൻ പറ്റുന്ന ഒരു വിഷയം കൂടിയല്ലേ ഇത്? ഒരിക്കലും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരിക്കലും പറ്റില്ല. കാരണം വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു വോയിസ് പോലും അവിടെയൊന്നുമില്ല. നമുക്ക് തന്നെ വോയിസ് ഇല്ല. എന്നിട്ട് പിന്നെയല്ലേ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒന്നും മനസ്സിലാവുക പോലും ഇല്ല. അങ്ങനെ ഒരു ഇഷ്യൂ അവർ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് ആ സമയത്ത് നമുക്ക് മനസ്സിലാവണമെന്ന് പോലും ഇല്ല. പിന്നെ നമ്മൾ അവരോട് ഇരുന്ന് സംസാരിക്കാനുള്ള അവസരമൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് അവർ കടന്നു പോകുന്ന അവസ്ഥ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്കത് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴല്ലേ നമുക്കത് അത്തരം കാര്യങ്ങൾ കിട്ടുന്നത്. ഞാൻ പറയുന്നത് ഇഷ്ടംപോലെ പറയാറുണ്ട്. ഞാൻ പറയണത് ഇതിലെന്താ വെച്ചാലേ WCCയിലെ അംഗങ്ങൾ ഇടപെട്ടിട്ട് പരിഹരിക്കാവുന്ന കാര്യമല്ല. അതൊരു സിസ്റ്റമാറ്റിക് ചേഞ്ചസ്, ആറ്റിറ്റ്യൂഡൽ ചേഞ്ചസ് കൊണ്ടുവരേണ്ട വിഷയങ്ങളാണ്. അതിനുള്ള ഒരു കൃത്യമായുള്ളൊരു പോളിസി ഉണ്ടായി മാറുക എന്നുള്ളതാണ്. അത് ഒരു ഓർഗനൈസേഷനിൽ ഒരാൾ വിചാരിച്ചിട്ട് നടക്കുന്ന കാര്യമല്ല. നേരെ മറിച്ചിട്ട് ഇവർക്ക് എപ്പോഴും കൃത്യമായിട്ട് വേതനം ഓരോരുത്തരുടെയും ഓരോ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും കയ്യിലെത്തുന്ന രീതിയിൽ ഒരു സിസ്റ്റം ഉണ്ടായി വരേണ്ടതുണ്ട്. ഇപ്പോൾ ഇടനിലക്കാരുടെ കയ്യിലാണ് പൈസ, ഏജൻസിൻ്റെ കയ്യിലാണ് പൈസ പോകുന്നത്. ഇവരുടെ കയ്യിലേക്ക് എത്തുന്നത് വളരെ കുറവാണ്. മാത്രമല്ല സെക്ഷൽ അഡ്വാൻസസ് വലിയൊരു പങ്ക് നടക്കുന്നത് ഈ ആർട്ടിസ്റ്റുകളുടെ മേത്തേക്കാണ്. ജൂനിയർ ആർട്ടിസ്റ്റായി വന്ന ശേഷം നായിക പദവിയിലേക്ക് ഉയരുന്നവർ ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. പണ്ട് അങ്ങനെ പലരും വന്നിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിലെ ശ്രദ്ധേയമായ നടിയായ സീമ അടക്കം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന് പിന്നെ നായികയായി മാറി. അങ്ങനെയുള്ളവർ പക്ഷേ ഇപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കിടയിൽ നിന്ന് അത്തരം ഒരു നായിക വളർന്നു വരുന്നുണ്ട്. പക്ഷേ എനിക്ക് സന്തോഷം തോന്നിയ കാര്യം, ഞാൻ TV-യിൽ പല ജൂനിയർ ആർട്ടിസ്റ്റുകളും വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയുന്നത് കേൾക്കുമ്പം എനിക്ക് ഒരു ഏജൻസി അവർക്കുണ്ട് എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അത് പറയാനുള്ളൊരു ഏജൻസി വേണമല്ലോ നമ്മൾ ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ്. അതവർക്കുണ്ട്. അവർ കൃത്യമായിട്ട് അത് മനസ്സിലാക്കും. കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ഡിസ്കഷനിൽ ജൂനിയർ ആർട്ടിസ്റ്റ് വരാൻ കാരണം ആ സ്ത്രീകൾ വന്ന് സംസാരിച്ചത് കൊണ്ടാണ്. അവർ പറഞ്ഞത് തെറ്റാണ്, അവർ കള്ളം പറയുകയാണെന്നുള്ള കഥകളൊക്കെ വേറെയുണ്ട്. അത് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. പക്ഷേ ഈ സ്ത്രീകൾ പുറത്ത് വന്ന് സംസാരിച്ചത് കൊണ്ടാണ് ഇപ്പം നമ്മളുടെയൊക്കെ ഡിസ്കഷനിൽ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ളത് വന്നത്. ഹേമ കമ്മിറ്റിയിലും ജൂനിയർ ആർട്ടിസ്റ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയെ നിയമിച്ച നടപടി വളരെ ധീരമായ നടപടിയായിരുന്നു. പക്ഷേ അതിൽ തിരഞ്ഞെടുത്ത അംഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് 4.5 വർഷം ആ സർക്കാർ അതിലടയിരുന്നത്, ഇതൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? കേരളത്തിലെ ഒരു ഹിസ്റ്റോറിക്കൽ ഡിസിഷൻ എന്ന് പറയില്ലേ ഗവൺമെൻറ്റിൻ്റെ, അത് തന്നെയായിരുന്നു ഹേമ കമ്മിറ്റി
എന്നുള്ളത്. കാരണം അത് ഇപ്പം നമ്മളെ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും വിളിച്ചിട്ട് ഇത് എങ്ങനെയാണ് സംഭവിച്ചത്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും നമ്മളെ വിളിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും അവരുടെ ഇൻഡസ്ട്രിയിൽ അത് ചെയ്യണമെന്ന് ഗൗരവമായിട്ട് ആഗ്രഹമുണ്ട്. ഇവിടുത്തെ ഇൻഡസ്ട്രി അതിനെ തള്ളി പറയുമ്പം അവിടുത്തെ മറ്റു സ്ഥലങ്ങളിലെ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ അതെങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ റിപ്പോർട്ട് കയ്യിൽ 4 വർഷം ഇരുന്നപ്പോൾ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ജീവിതത്തിൽ അതിൽ പറയുന്ന അതേ അവസ്ഥയിലൂടെ കുറേ സ്ത്രീകൾക്കും കൂടി കടന്നു പോവേണ്ടി വന്നു എന്നുള്ളതാണ്. അത് നേരത്തെ ഇറങ്ങിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ സ്ത്രീകളെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയേനെ. ഒരുതരം സർക്കാർ അതിന് മുൻകൈ എടുക്കേണ്ടതല്ലായിരുന്നു. തീർച്ചയായിട്ടും എടുക്കേണ്ടതായിരുന്നു. അതിന് പല കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, വിവരാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ഡാറ്റാസ് കൊടുക്കാൻ പാടില്ല, അതിൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നൊക്കെയാണല്ലോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും അതൊരു വലിയൊരു ഫൈറ്റിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ്ലി 4.5 വർഷവും ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഇതേ കാര്യം, മിനിമം റെക്കമെൻഡേഷൻസ് എന്താ പറയൂ, ഇൻഡസ്ട്രിയിലെ കണ്ടീഷൻ എന്താണെന്നുള്ളതിന് അവർ രേഖപ്പെടുത്തിയത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളും ഞങ്ങളോട് പറയൂ. കാരണം വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ആ രേഖയുണ്ടല്ലോ, പുറത്തേക്ക് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പം ഗവൺമെൻറ് അത് പഠിച്ചിട്ടുണ്ടാവും എന്നാണ് നമ്മൾ ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഗവൺമെൻറ് അത് തൊട്ടില്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ജസ്റ്റിസ് ഹേമ തന്നെ എഴുതി ഇത് പുറത്തുവിടരുത്, ഇതിലെ വ്യക്തിപരമായ വിവരങ്ങളൊന്നും പുറത്തുവിടരുത് പറഞ്ഞത് വേറൊരു സജി ചെറിയാൻ പറഞ്ഞു. അവരുടെ കത്ത് പിന്നീട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആരുടെയോ, ഞാൻ വിവരാവകാശ കമ്മീഷനും ആദ്യം ഇത് നിഷേധിച്ച് പുറത്തുവിടണ്ടാന്ന്. ഇപ്പൊ അബ്ദുൾ ഹക്കീം എന്ന് പറഞ്ഞൊരു കമ്മീഷണറാണ് അത് മുൻകൈ എടുത്ത് പുറത്തുവിട്ടത്. ഇപ്പൊ അതിനകത്ത് ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചു ഈ റിപ്പോർട്ട് ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നും അതിൽ പറഞ്ഞിരിക്കുന്ന മൊഴി കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ വിവരങ്ങൾ അന്വേഷിച്ച് അതിന്മേലുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം. ഇത് ഇൻഡസ്ട്രിയെ ഭയപ്പെടുത്തുന്നുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. നോക്കൂ, ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ കുറേ സ്ത്രീകൾ പോയിട്ട് സംസാരിക്കേണ്ടായി. അവർ കടന്നു പോയിട്ടുള്ള അവസ്ഥേനെ അവരൊരു ലീഗൽ ഫൈറ്റിന് വേണ്ടിയിട്ടല്ല അവിടെ പോയി സംസാരിച്ചത്. അവർ സംസാരിച്ചത് പ്രധാനമായിട്ടും ഈ ഇൻഡസ്ട്രി മാറണം, എനിക്ക് സംഭവിച്ചത് വേറൊരാൾക്ക് സംഭവിക്കരുത്, അത് ഈ പഠന റിപ്പോർട്ടിൻ്റെ ഭാഗമാവണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവരെല്ലാവരും പോയി സംസാരിച്ചത്. അവർക്കൊരു ലീഗൽ ഫൈറ്റ് ആണ് അപ്പം ആഗ്രഹം എന്നെങ്കിൽ അവർക്ക് അതിനുള്ള ആവതില്ലാത്തതുകൊണ്ടാണല്ലോ അവർ ചെയ്യുന്നത്. ഒന്ന് ചിലപ്പോൾ ഇത് കുടുംബത്തിൽ പോലും നമ്മൾ പറയാത്ത കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാത്ത കാര്യമായിരിക്കും. നമ്മൾ ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടാവുക ഇങ്ങനൊരു അവസ്ഥയുണ്ട്. ഇത് മൊഴി രഹസ്യമാക്കി വെച്ചിട്ട് സർക്കാർ തന്നെ മുൻകൈ എടുത്ത് അന്വേഷിക്കാമല്ലോ. അല്ല, അതാണ് ഇപ്പൊ സംഭവം. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അതല്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളിത് മൊഴി കൊടുക്കുമ്പോൾ എന്തായിരുന്നു നമ്മുടെ മനസ്സിൽ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ അതാണ് ഒരു പഠന റിപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മളെ കണ്ണിൽ കൊടുക്കുകയാണ്. പക്ഷെ കോടതിക്ക് ഇത് കണ്ട സമയത്ത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഇത് കണ്ട സമയത്ത് ഇതിലുള്ള വിവരങ്ങൾ സ്ഫോടനാത്മകമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള നീതി നിഷേധം തന്നെയായിരുന്നു സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാവുകയും അത് സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത SIT പോലെയുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയൊക്കെ ഗവൺമെൻറ് നിശ്ചയിക്കുകയും ചെയ്തു. അത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പം കോടതി നിരീക്ഷിച്ചത് അവർക്ക് പൂർണ്ണമായിട്ടുള്ള സീൽഡ് കവറിൽ ഈ ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണ രൂപം കൊടുക്കണമെന്നും അതെ. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മുടെ ഒറ്റ കൺസേണേ ഉള്ളൂ, ഈ സ്ത്രീകൾ വീണ്ടും ഒരു ട്രോമയിലൂടെ കടന്നു പോവാതിരിക്കാനുള്ള സപ്പോർട്ട് സിസ്റ്റം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത്തരം അന്വേഷണം ആവശ്യമാണോ അല്ലേ? തീർച്ചയായിട്ടും ആവശ്യമാണ്. എന്താ പറയുക, ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ലീഗലി ഇപ്പം ഞാൻ ആവശ്യമല്ല എന്ന് പറഞ്ഞാലും അത് ലീഗലി അത് പോവുക തന്നെ ചെയ്യും. അത് നമ്മുടെ വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചുകൊണ്ട് അവർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ടുള്ള അന്വേഷണം വേണമെന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതാണ് കോടതി നിർദ്ദേശിക്കുന്നെങ്കിൽ അതിൽ നമുക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മളുടെ കൺട്രോളിലുള്ള കാര്യമല്ല. പക്ഷേ ഈ സ്ത്രീകളെല്ലാം അന്ന് സംസാരിച്ചത്, അവരുടെ അന്ന് സംസാരിക്കുമ്പോഴുള്ള മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയെ മാറ്റുന്നതിൽ ഒരു പങ്ക് വഹിക്കണം എന്ന താല്പര്യത്തോടു കൂടിയാണ് അവരെല്ലാവരും വന്ന് സംസാരിച്ചത്. അവർ പറഞ്ഞ കാര്യങ്ങൾ
തീർച്ചയായിട്ടും അപകടം പിടിച്ച കാര്യങ്ങൾ തന്നെയായി. അപകടം എന്ന് പറയുന്നത് ഇൻ കോർട്ട് പ്രശ്നങ്ങളുള്ളത് തന്നെയായിരുന്നു. അത് ഗൗരവപ്പെട്ട നീതി നിഷേധങ്ങൾ തന്നെയായിരുന്നു. അതിന് ഏത് രീതിയിലാണ് ലീഗലി പോണ്ടത് എന്നുള്ളത്, ലീഗലി ആണ് പോണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിനു വേണ്ടിയുള്ള വഴികൾ കണ്ടെത്തുമായിരിക്കും. പക്ഷെ അത് ഇവരുടെ മൊഴിയുടെ അവരെന്താണോ മൊഴി കൊടുത്തത് അത് പുറത്തേക്ക് വരാൻ പാടില്ല. ഇവരുടെ പ്രൈവസി എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നതിനൊരു സപ്പോർട്ട് സിസ്റ്റം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. അതുപോലെ ലീഗലായിട്ടുള്ള സപ്പോർട്ട് അവർക്ക് കൊടുക്കണം. ഇത് സംഭവിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളെങ്കിലും അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ അവരിത് പറഞ്ഞു വന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു മോശം മാത്രമല്ല, ഇവർക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്ന് ഭാഗികമായിട്ടാണെങ്കിലും പുറത്ത് വന്ന ശേഷം ചില നടിമാരും ചില അഭിനേതാക്കളും ഒക്കെ അത്ര അറിയപ്പെടുന്നവരും അല്ലാത്തവരും എല്ലാം പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചിലരൊക്കെ മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു 2 വാദമുണ്ട്. അങ്ങനെയുള്ളവരെ ഇപ്പോൾ എന്തെങ്കിലും പദവി വഹിക്കുന്നുണ്ടെങ്കിൽ അത് രാജിവെക്കണം, അല്ലെങ്കിൽ അത് അവരെ പേരിൽ അറസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള വാദം. മറിച്ച് ഒരു ആരോപണം വന്നാൽ ആ ആരോപണം തെളിയിച്ച ശേഷം പോലെ ഇത്തരം കാര്യങ്ങളിലുള്ള നടപടി, അതോ അതിനു മുമ്പേ വേണമെന്നുണ്ടോ? ഉദാഹരണത്തിന് മുകേഷ് MLA, അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ളൊരു ആവശ്യം പൊതുവെ ഉയർന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ അന്വേഷണത്തിൽ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞാൽ ഈ MLA സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, വെക്കുകയാണെങ്കിൽ. അത്തരം കാര്യങ്ങൾ എന്ത് പറയുന്നു? അതുപോലെ തന്നെ മലയാള സിനിമയിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു നടിയാണ് ഷക്കീല. ഇന്ത്യൻ സിനിമയിൽ അവരുടേതായ രീതിയിൽ ഒരു തരംഗം സൃഷ്ടിച്ച നടിയുമാണ്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം അന്ന് അത് പ്രതികരിക്കാതെ ഇപ്പോൾ ഈ 10-20 വർഷങ്ങൾക്ക് ശേഷം വന്ന് പ്രതികരിക്കുമ്പോൾ അവരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. ഇത് ഇരയാണെങ്കിലും വേട്ടക്കാരനാണ്. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് 30 വർഷം മുന്നേ 3 സിനിമകളിൽ അഭിനയിച്ച ഒരു നടി, അവരുടെ പേര് ഞാൻ ഓർത്തിട്ട്, എനിക്ക് ദൃശ്യ എന്നോ അങ്ങനെ എന്തോ ആണ് പേര്, അദ്വൈതം, പൂച്ചയ്ക്കാരും മണികെട്ടും, അങ്ങനെയുള്ള 3 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വേറെ ഒരു പടം കൂടിയുണ്ട്. എനിക്ക് കൃത്യമായിട്ട് പേരുകൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ആ നടി അവരിപ്പോൾ US മനോരോഗ വിദഗ്ധയാണ്. അവരുടെ അവരുടെ ഗംഭീരമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അന്ന് രാത്രി ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. അത്ര പീഡനമായിട്ട് വാങ്ങിയവർ 3 സിനിമകളിലേ അവർ അഭിനയിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് അവർ ഇൻഡസ്ട്രിയിൽ നിന്ന് പോയി? ആ 3 വർഷം ആ പീരീഡിൽ അവർ കടന്നു പോയിട്ടുള്ള അവസ്ഥയെക്കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും 30 വർഷമായിട്ട് അവരെന്താ അത് പറയാതിരുന്നത്? ഞാൻ പറഞ്ഞാലേ ഈ ഒരു വാദമാണ് പറയുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഈ 30 വർഷം മനുഷ്യൻ അവർ ഇത് പറയുമ്പോൾ അവർ കരഞ്ഞും കൊണ്ടാണ് സംസാരിക്കുന്നത്. 30 വർഷം കഴിഞ്ഞിട്ടും അവർ ആ പെയിൻ മുഴുവൻ കടന്നു പോകുന്നുണ്ട്. അവരൊരിക്കലും ഒരു പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ടല്ല അത് പറയുന്നത്. അവർ വളരെ സേഫായിട്ടുള്ളൊരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞു കുറേ വർഷങ്ങളെടുത്തു എൻ്റെ മനസ്സിൽ നിന്ന് പലപ്പോഴും ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് അറിയാതെ നമ്മളെ സൊസൈറ്റി നമുക്കിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിൽ നിന്നൊക്കെ പുറത്ത് വന്ന് ഫൈറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന സ്ത്രീകളോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. അവർക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ അവർ പറഞ്ഞു അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അവർ ചെയ്യുന്നത്. അതൊരു ഭയങ്കര സ്ട്രെങ്ത് വേണം ഒരു സ്ത്രീക്ക് അങ്ങനെ പുറത്ത് വന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രേവതി സമ്പത്തിനെ പോലെയൊക്കെയുള്ള കുട്ടികൾ ഇതേ കാര്യം ഞാൻ ഒരു 2019 പറയുന്നത് അവളുടെ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്തുമാത്രം അവളുടെ ലൈഫ് അവളെ തിരിച്ചു പിടിച്ച് അവളത് വീണ്ടും 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 അവളത് പറയുവാണ്. ഇനി എത്ര തവണ ഇത് അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം? ഒട്ടും നിങ്ങൾ വിചാരിക്കണ പോലെ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല ഇത്. നമുക്ക് ഡിഫമേഷന് കേസ് കൊടുക്കാമെന്നൊക്കെ പറയാം, പക്ഷേ തെറ്റായിട്ടുള്ള കാര്യമല്ല പറയണത്. പക്ഷെ ഇതിന് ഇപ്പം നടി ഷീല പറഞ്ഞൊരു കാര്യമുണ്ട്, ഉമ്മ വയ്ക്കാൻ വേണ്ടി കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഒരാൾ വരുമ്പോൾ സെൽഫി എടുത്ത് പ്രൂഫ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന്. ചിലതിനൊന്നും നമുക്ക് പ്രൂഫില്ല. അങ്ങനെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു വാദം ഒരു വിഭാഗം ഉയർത്തുന്നുണ്ടെന്നുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. മുകേഷ് രാജിവെക്കണമായിരുന്നു പറയുന്നു, രാജിവെക്കണ്ടെന്ന് പറയുന്നു. ഒരു സിവിൽ സൊസൈറ്റീൻ്റെ അകത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യണോ വേണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പല ഉത്തരങ്ങളുണ്ടാവും. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഇത്തരം കാര്യങ്ങൾ ഒരാൾ കടന്നു പോകുമ്പോൾ ഇത്രയും എന്താ പറയുക സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇത് മാത്രമല്ലല്ലോ അയാളെക്കുറിച്ചിട്ട് കേട്ടിട്ടുള്ള കഥകൾ എന്ന് പറയുന്നത്. അയാളുടെ വൈഫ് തന്നെ വളരെ കൃത്യമായിട്ട് അയാളുടെ ലൈഫ് അയാൾ എങ്ങനെയാണ് കടന്നുപോയി, ഡൊമസ്റ്റിക് വയലൻസിലൂടെ ആ സ്ത്രീ എങ്ങനെ കടന്നുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. അത്
എന്താ പറയുക, അത് ഗവൺമെൻറ്റും അതേപോലെ ആ വ്യക്തിയും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ് ഞാൻ എവിടെ ഇരിക്കണം എന്നുള്ളത്. അപ്പം അതിൽ എനിക്കൊരു WCCയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ? ചില ആൾക്കാർ അങ്ങനെ WCCക്കെതിരെ ഞാൻ അതിൻ്റെ കോർ കമ്മിറ്റി മെമ്പറാണ്. എനിക്ക് ഞങ്ങളുടെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ, താഴേക്കടയിലുള്ളവരില്ലെന്ന് പറയുന്നത് ശരിയാണോ? WCCയിൽ വളരെ കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ, 19 പേരേ ഉള്ളൂ. വിപുലീകരിക്കാത്തത് ആ മെമ്പറാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വർക്ക് കിട്ടില്ല എന്നുള്ളത് ഉറപ്പുള്ളപ്പം അവരെങ്ങനെയാണ് ഇൻഡസ്ട്രിയുടെ ഭാഗമായി WCCയുടെ ഭാഗം WCC ആണ് എന്ന് പറഞ്ഞാൽ തന്നെ ജോലി കിട്ടാത്ത അവസ്ഥ ആൾക്കാർക്ക് പേടിയാണോ? പേടിയാണ്, തീർച്ചയായിട്ടും പേടിയാണ്. മഞ്ജു വാര്യരെ കുറിച്ച് ഇപ്പം പലതവണ ചോദ്യങ്ങൾ വന്നതാണ്. മഞ്ജു വാര്യർ ഇതിൽ നിന്ന് വിട്ടുപോയി, അതുകൊണ്ട് അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നു എന്നൊക്കെ പറയും. പക്ഷെ അവരൊരു മികച്ച നടിയാണ്, അവർക്ക് അവസരം കിട്ടുന്നതിൽ അതിശയോക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതിൽ നിന്ന് വിട്ടുപോയെന്നോ അല്ലെങ്കിൽ ഇതിന് സജീവം അല്ലാത്തതും അവരുടെ നടി എന്നുള്ള നിലയിൽ അവർക്ക് അവസരങ്ങൾ കിട്ടുന്നതിനെ ബാധിക്കുമോ? എനിക്ക് ഈ ചോദ്യം യഥാർത്ഥത്തിൽ മനസ്സിലായില്ല. കാരണം മഞ്ജു ഇപ്പോഴും നമ്മുടെ മെമ്പറാണ്, മെമ്പറുമാണ്, കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഓരോരുത്തരും അവരുടെ സമയത്തിനനുസരിച്ചും അവരുടെ കമ്മിറ്റ്മെൻറ്റിനനുസരിച്ചുമാണ് ഇതിൽ വളണ്ടറിലി വർക്ക് ചെയ്യുന്നതാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് മെമ്പർഷിപ്പ് ഒന്നുമില്ല, നമ്മളെല്ലാവരും വളണ്ടറിലി കാശിട്ട് നമ്മൾ പണിയെടുക്കുന്നതാണ്. മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിക്കാൻ കാര്യം, മഞ്ജു വാര്യർക്ക് ഇഷ്ടംപോലെ അവസരം കിട്ടുന്നു, അവർ നല്ല നടിയുമാണ്. പാർവതി തിരുവോത്തും നല്ല നടിയാണ്. രണ്ടുപേരും രണ്ട് രീതിയിലായിരിക്കും ഇൻഡസ്ട്രിക്കകത്ത് പണിയെടുക്കുന്നുണ്ടാവും. അവർക്ക് അവസരം കിട്ടുന്നില്ല. ഈ WCC പോലുള്ള കാര്യങ്ങൾ പ്രതികരിച്ചുകൊണ്ട് ഇവിടെ മലയാളം സ്വാഭാവികമായിട്ടും ആ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അവർ അവരുടേതായ രീതിയിൽ ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുന്നുണ്ട്, പാർവതിയും പണിയെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ കരിയറിനൊക്കെ കുറേ ആളുകളുടെ കരിയറിനെ ബാധിച്ചിട്ടുണ്ട്. ഒട്ടും തന്നെ ഇൻഡസ്ട്രിയിൽ WCCയുടെ മെമ്പർ ആയതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മളൊരു ഇൻഡസ്ട്രിയുടെ ഒരു ഗ്രൂപ്പിൻ്റെ അകത്തേക്ക്, ഈ ഒരു ഗ്രൂപ്പിൻ്റെ അകത്തേക്ക് പോയാൽ തന്നെ ആ നെഗറ്റീവായിട്ടുള്ള വൈബ്സ് നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒട്ടും കംഫർട്ടബിൾ അല്ല നമ്മളുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്. എന്തോ ഭയങ്കര അപകടകാരികളായിട്ടുള്ള മനുഷ്യർ എന്നുള്ള മട്ടിലാണ് നമ്മൾ ആകെ ചെയ്യുന്ന. ഇത്രയേ ഉള്ളൂ, നമ്മൾ ചില കാര്യങ്ങൾ മാറ്റണം എന്ന് പറയുന്നു, കുറേയും കൂടി ജെൻഡർ സെൻസിറ്റീവ് ആവണം എന്ന് പറയുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ. ഇപ്പോൾ സജിതയെ പോലൊരു അഭിനേത്രി, അതായത് അതുല്യായ ഒരു കലാകാരി, നാടകകൃത്ത്, നാടക സംവിധായിക, നാടക സോളോ പെർഫോമൻസ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ സംഗീത നാടക അക്കാദമിയുടെ ഭാരവാഹിത്വത്തിൽ അങ്ങനെയുള്ള നിരവധി കേന്ദ്ര ലെവലിലുള്ള പല കലാമേഖലകളിലും പ്രവർത്തിച്ച ആളിനോടൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്തരം കാര്യങ്ങളും ആണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതിലും എനിക്ക് പ്രയാസമുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഒരു കാര്യം ചോദിക്കുക, എന്നും മലയാളത്തിലെ സിനിമയിൽ ഇപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞെങ്കിലും ഈ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളുടെ ഒരു പട്ടിക എടുത്താൽ അതിലെപ്പോഴും ഷട്ടർ എന്ന സിനിമയിൽ എനിക്ക് തോന്നുന്നു തങ്കം അല്ലേ എന്ന കഥാപാത്രം കാണും. ആ സിനിമയെക്കുറിച്ച് എന്താ പറയുന്നത്? അത് അവിചാരിതമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് ഷട്ടർ. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം അത് സ്ക്രിപ്റ്റിൻ്റെ ആദ്യ ലെവലിൽ തന്നെ ജോയ് മാത്യുവായിട്ട് ഞാൻ ജോയ് എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അതൊരു വലിയ പടമാണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ വിചാരം ഷോർട്ട് ഫിലിം എന്തോ ആണ് പറയണമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതെ, പിന്നീടാണ് അതിൽ ലാൽ സാറ് വരുന്നത്, ശ്രീനിവാസ് സാറ് വരുന്നതൊക്കെ. അപ്പം എനിക്ക് കുറച്ച് പേടിയായി, അത് ഞാൻ ചെയ്യേണ്ടതാണോ. ഞാൻ ചലച്ചിത്ര അക്കാദമിയിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം ഞാൻ പോയി ചോദിച്ചു ജോയുടെ അടുത്ത്, എന്നെ ഒഴിവാക്കിയിട്ട് ലാൽ സാറിൻ്റെ കൂടെ സോൾട്ട് ആൻഡ് പെപ്പറിൽ അന്ന് ശ്വേതാ മേനോൻ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ശ്വേതേനെ അതാകുമ്പോൾ കുറച്ചുകൂടി കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആവുമല്ലോ എന്ന്. പക്ഷേ ജോയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ആ ക്യാരക്ടർ അങ്ങനെ ആൾക്കും പരിചയമില്ലാത്ത, എന്താ ക്യാരക്ടർ ചെയ്യുമെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത ഒരാളായിരിക്കണം എന്നുള്ളത്. എൻ്റെ മുഖം അത്ര ഫെമിലിയർ അല്ലല്ലോ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. അതൊരു ടീം വർക്കാണ്. ഇപ്പം വിനയ് ഫോർട്ട് ആണെങ്കിലും ലാൽ സാർ ആണെങ്കിലും ജോയ് മാത്യു, ഹരി നായർ എന്ന് പറഞ്ഞ ക്യാമറാമാൻ, അങ്ങനെ എല്ലാവരും ഫുൾ ടീം ഉണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു ടീമായിരുന്നു. അതുകൊണ്ട് അതങ്ങോട്ട് വൃത്തിയായി വന്നു. പുതിയ നാടകം ഞാനൊരു എന്താ പറയുക, ഒരാൾക്ക് വേണ്ടി ഒരു സോളോ പ്ലേ എഴുതാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു സീരിയലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയ സിനിമ പൈപ്പ് ലൈനിലുണ്ടോ? ഇല്ല ഇല്ല. സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു സിനിമയുടെ. നേരത്തെ എഴുതിയിരുന്നു, പുതിയൊരു സിനിമയ്ക്ക് എഴുതുന്നുണ്ട്. എഴുതുന്നുണ്ട്. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു.